ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അപ്പനും മോളും കൂടെ ഇവിടെ സൺഡേ സ്പെഷ്യൽ ക്ലീനിങ്ങിലാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഉച്ചയൂണ് ഉണ്ടാക്കാൻ വേണ്ടി ഫ്രിഡ്ജിനകത്തിരുന്ന് മീനും എടുത്ത് പുറത്ത് വെച്ച് കുറച്ച് ചീര എടുത്ത് കഴുകിയും വെച്ചു. ഇനി പീലി ഡാൻസ് ക്ലാസ്സിൽ വിട്ടിട്ട് വേണം എന്റെ ബാക്കി പരിപാടികൾ തുടങ്ങാൻ. അപ്പൊ ഇന്നലെ ഞാൻ റീൽസ് ചെയ്യാൻ വാങ്ങിച്ചതിന്റെ കുറച്ച് മുല്ലപ്പൂ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അതും വെച്ച് സുന്ദരിമണിയാണ് ഇന്ന് പീലി ഡാൻസിന് പോയത്. അവര് പോയ ഉടനെ തന്നെ കഴുകി വാരി വെച്ചിരുന്ന ചീരയാണ് ഞാൻ അടുപ്പത്തോട്ടാക്കി. എനിക്കിങ്ങനെ പച്ചച്ചീരയും ചുമന്ന ചീരയും കൂടെ മിക്സ് ചെയ്ത് വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അതിനെന്തെങ്കിലും പ്രത്യേക ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിഞ്ഞൂടാ. ചീരക്കകത്തോട്ട് അരപ്പിട്ട് തോരനുമാക്കി കൂട്ടത്തിലൊരു പുളിശ്ശേരിയും ഉണ്ടാക്കിയിട്ട് നോക്കിയപ്പോൾ നമ്മുടെ മീനിന്റെ ഐസ് ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു. എന്നാ പിന്നെ അത് പെട്ടെന്ന് തന്നെ ഒരു കറിയും കൂടെ ആക്കാന്ന് കരുതി. ഇതിപ്പോ നിങ്ങളുടെ കാഴ്ച കുറഞ്ഞതാണെന്ന് വിചാരിക്കരുത്. ഞാൻ ചട്ടിയിലോട്ട് മീൻ പറക്കിടാനിറങ്ങിയതും കറണ്ട് എന്റെ പാട്ടിന് അങ്ങോട്ട് പോയി. അല്ല, മീനേതാന്ന് പറഞ്ഞില്ലല്ലോ, ഇത് കുറച്ച് മുറിച്ച് വാങ്ങിച്ച കേരച്ചൂരയാണേ. അപ്പോഴത്തേക്ക് ഏട്ടന്റെ മോളും വന്നു. പിന്നെ നമുക്ക് നല്ല കൊടമ്പുളി ഇട്ട് വറ്റിച്ചെടുത്ത കേരച്ചൂര കറി ഉണ്ടെങ്കിൽ കൂട്ടിന് കുറച്ച് ചീനിയും കൂടെ വേണമല്ലോ. അങ്ങനെ അതും കൂടെ അങ്ങ് അടുപ്പത്താക്കി. അപ്പൊ ഉണ്ടടാ ചീനിയുടെ ആള് വന്നു. ചീനിന്ന് കേട്ടാൽ തന്നെ എന്റെ അമ്മായിയമ്മ അപ്പൊ അവിടെ തലയും കുത്തി വീഴും. അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോഴേ ചൂര ചീര ചീനി എന്താ ഒരു രസം കേൾക്കാൻ തിന്നാനും. അപ്പൊക്കെ ബൈ.